മീൻ പിടിക്കാൻ പോകും. ചൂണ്ട മൊത്തത്തിൽ തന്നെ കിട്ടുക. അത് നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുൺഗോപി. എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ഒരുപാട് കെട്ടുകളുടെ വീഡിയോ കണ്ടു. പല കെട്ടുകളുടെ അടിയിൽ ഒരുപാട് ആൾക്കാരുടെ ചോദ്യമായിരുന്നു ചൂണ്ട കെട്ടുന്ന രീതി പഠിപ്പിക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് ചൂണ്ട കെട്ടുന്ന രീതിയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. 2 or 3 രീതിയിൽ നമുക്ക് ചൂണ്ട കെട്ടുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ചൂണ്ടയും ഈ കയറും തമ്മിൽ കെട്ടുന്നത് എടുത്ത് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം അതിന് ഒന്ന് നല്ല ക്ലാരിറ്റിയിൽ അതൊരു വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഏതായാലും പരമാവധി നമ്മൾ ക്ലാരിറ്റിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതേ ചൂണ്ടയിൽ കെട്ടുന്ന കെട്ട് തന്നെ പല കെട്ടുകളായിട്ട്, പല ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കെട്ടുകളായിട്ട് ഇതേ ചാനലുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. കൂടുതലൊന്നും പറയാനില്ല. ഏതായാലും നമുക്ക് ചൂണ്ടയിൽ കയർ കെട്ടുന്നത് കാണാം. വീഡിയോ കണ്ടിട്ടാവാം കുറച്ച് കാര്യങ്ങൾ. ഏതായാലും വീഡിയോ കാണാം. വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്കൊരു 3 തരത്തിൽ ചൂണ്ടയിൽ നമുക്ക് കയർ കെട്ടുന്നത് പഠിക്കാം. നമുക്ക് ഏതായാലും ഒന്നാമത്തെ രീതി നോക്കാം. ആദ്യം ഞാൻ ചൂണ്ടയുടെ നേരെ ഇതുപോലെ റോപ്പ് എടുത്തിട്ട് പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. നോക്കുക, ട്വിസ്റ്റ് ശരിക്കും മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ നോക്കാം. ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത്. നോക്കാം, ഇത് ഈ ചൂണ്ടയുടെ കയറ് കയ്യിൽ നിന്ന് വിടാൻ പറ്റില്ല. അത് വിട്ട് കഴിഞ്ഞാൽ അഴിഞ്ഞു പോകുന്ന അവസ്ഥയല്ലേ. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനകത്തൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അത് എടുക്കുമ്പോൾ ചൂണ്ടയടക്കം കവർ ചെയ്തിട്ട് വേണം ഒന്ന് ചുറ്റാൻ. രണ്ടാമതും ചുറ്റുക, അതുപോലെ മൂന്നാമതും ചുറ്റുക. എത്ര ചുറ്റ് വേണോ, എത്ര ടൈറ്റ് വേണോ അതിനനുസരിച്ചുള്ള ചുറ്റുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കെട്ടിൻ്റെ ടൈറ്റും കൂടും. അപ്പോൾ അത്രയും നമ്മൾ എത്ര ചുറ്റാണ് വേണ്ട അത്രയും ചുറ്റുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ചുറ്റുകൾ എന്തായാലും ഓവർലാപ്പായി പോകരുത്, മുകളിലേക്ക് കയറിപ്പോകരുത്. ആ സമയത്ത് അവിടെ പിടിച്ച് അമർത്തുക. കാരണം വെച്ചാൽ നമ്മൾ ഇത് വിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് ആ ചുരുളകൾ അതിവിടെ ചുറ്റി പിടിക്കുന്നത്. അത് മുറുക്കെ പിടിക്കണം. അവസാനം നമുക്ക് ഏകദേശം ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ കെട്ടിൻ്റെ മുകളിൽ മുറുകെ പിടിച്ചതിന് ശേഷം, ആ ചുരുളകളുടെ മുകളിൽ മുറുകെ പിടിച്ചതിന് ശേഷം ഈ ഭാഗം വലിക്കുക. വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ കെട്ടൊക്കെ ഒന്ന് ലെവലാക്കി വെക്കുക. ശേഷം നമ്മൾ 2 അറ്റവും കൂടെ വലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കെട്ടായി. ചൂണ്ടയ്ക്ക് കെട്ടാൻ നല്ലൊരു കെട്ടായി. നോക്കാം, വളരെ സിമ്പിളാണ് ഈ മാർഗം. ഇനി നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഭാഗം എന്ത് ചെയ്യാം, അത് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അത് വേണ്ടല്ലോ, അത് വേണ്ട, അത് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നോക്കാം, ഇതാണ് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്. വളരെ നല്ല ടൈറ്റായി കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി നിങ്ങൾ മുമ്പേ കണ്ട ഒരു കെട്ടാണ്. ആ കെട്ട് നിങ്ങൾക്ക് ഇത് കെട്ടുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്താണ് സംഭവം എന്ന് പറയാൻ. നമ്മൾ രണ്ടാമത്തെ രീതിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുപോലെ കയറെടുത്ത് ചൂണ്ടയിൽ പിടിച്ചതിന് ശേഷം ഇതുപോലെ ബാക്കോട്ട് മടക്കുന്നു. ശേഷം ഞാൻ അവിടുന്ന് ചുറ്റി തുടങ്ങുന്നു. ഓവർലാപ്പാക്കാതെ മുകളിലെ വരാതെ ചുറ്റി വരുന്നു. നമ്മൾ തോട്ടിയിൽ കത്തി കെട്ടുന്ന സമയത്ത് കെട്ടിയ ആ കെട്ടാണിത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എളുപ്പം മനസ്സിലാവും. ശേഷം നമ്മൾ നോക്കുക, ഇതിന് കുറേ ചുറ്റിയതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട്, അതിനകത്തേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് നേരത്തെ ആ ബാക്ക് വശത്തെ ആ റോപ്പ് ആ ഭാഗത്ത് വലിച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കിട്ടും. നമ്മൾ കെട്ടൊക്കെ ലെവലാക്കുക. നല്ല ലെവലാക്കിയതിന് ശേഷം വലിക്കുക. ഈ കെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കെട്ട് നിങ്ങൾ പഠിച്ചതാണ്. എൻ്റെ ഇതേ ചാനൽ തന്നെ പല രീതിയിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾക്ക് അതൊക്കെ കാണാം. നിങ്ങൾ ഈ കയർ കൊണ്ട് കെട്ടുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വലിയ കയർ കൊണ്ട് കെട്ടിയ തോട്ടിയുടെ ഇതൊക്കെ വലിയ കയർ കൊണ്ട് കെട്ടിയതാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്. ഇനി ചൂണ്ടയുടെ കയറുകൾ തമ്മിൽ കെട്ടാനുള്ള കെട്ടൊക്കെയുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഞാൻ ഈ കയറുകൊണ്ട് കെട്ടി കാണിച്ചിട്ടില്ല, വലിയ കയറുകൊണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയും രണ്ടാമത്തെ രീതിയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ നേരത്തെ 2 ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്കാണ് ചുറ്റിയത്. ഞാൻ അതെന്ത് ചെയ്യുന്നു, നമ്മൾ ആ രീതി മാറ്റി. ഇത് രണ്ടാമത്തെ രീതിയിൽ നിങ്ങൾ അങ്ങനെയാണ് ചുറ്റിയത്. ഞാൻ അങ്ങനെ ചുറ്റുന്നില്ല, ഈ ഭാഗത്ത് തന്നെ ചുറ്റി തുടങ്ങുന്നു. ഈ ഭാഗത്ത് തന്നെ ചുറ്റി തുടങ്ങിയതിന് ശേഷം
അവിടെ ചെറിയൊരു ലൂപ്പുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഉള്ളംകൈക്കകത്തൊരു ലൂപ്പുണ്ട്, ആ മുറുകെ പിടിച്ച സ്ഥലത്തൊരു ലൂപ്പുണ്ട് ആവശ്യത്തിന്. കാരണം ഇത് വിട്ട് കഴിഞ്ഞാൽ അഴിഞ്ഞു പോകും. കാരണം ചൂണ്ടയുടെ കെട്ട് നമുക്ക് വീഡിയോ ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞാൻ ചുറ്റുന്നു. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഇത് നമ്മൾ പഠിച്ച രണ്ടാമത്തെ മെത്തേഡ് പോലെ തന്നെയാണ് ഈ മെത്തേഡും. അത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചുറ്റി, ഇത് നേരെ തിരിച്ച്. രണ്ടും രണ്ട് ദിശയിലേക്കാണ് ചുറ്റിയത്. എന്നിട്ട് ആവശ്യത്തിന് ചുറ്റിയെടുത്തതിന് ശേഷം നോക്കാം. ആവശ്യത്തിന് ചുറ്റിയെടുത്തതിന് ശേഷം നോക്കാം. ഓക്കെ, ഇത് ഇടയ്ക്കിടയ്ക്ക് അഴിഞ്ഞു പോകും. ആ പ്രശ്നം, മുറുകെ പിടിച്ചില്ലെങ്കിൽ അഴിഞ്ഞു പോകും. ഈ ഒരു കയറിൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണ് ഇത് അഴിഞ്ഞു പോകുന്നത്. ഇതാ നേരത്തെ ആ ലൂപ്പ്, അവിടെ കണ്ട ലൂപ്പ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കയറ്റുക. ഇത് രണ്ടാമത്തെ മെത്തേഡും മൂന്നാമത്തെ മെത്തേഡും ഏറെക്കുറെ സാമ്യതയുള്ളതാണ്. ഓക്കെ, അതിനകത്തേക്ക് കയറ്റിയതിന് ശേഷം നേരത്തെ വലിച്ച പോലെ തന്നെ വലിക്കുക. പക്ഷെ ഇതാകുമ്പോൾ ഇതിൻ്റെ മുകളിലൂടെയാണ് വേറൊരു കയറ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണും. നേരത്തേന് മുകളിലൂടെ ഇതുപോലൊരു ചെറിയൊരു കയറ് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മുകളിലൂടെ ആ ഒരു ചുറ്റിന് മുകളിലൂടെ ഒരു കയറ് ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ കെട്ട് നല്ല ബലമുള്ള കെട്ടായിരിക്കും. ഓക്കെ, ഇതാ അതിന് മുകളിലൂടെ പോയ ഒരു കയറ്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ചൂണ്ടയുടെ കയറുകൾ തമ്മിൽ കെട്ടുന്നതിന് എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതും കൂടെ കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കയറുകൾ തമ്മിൽ കെട്ടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറയാറുണ്ട്, നമുക്ക് ഒരാവശ്യത്തിന് തന്നെ പല കെട്ടുകൾ ഉപയോഗിക്കാം. അതുപോലെ ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലെ ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കും ഇതേ ചാനലിൽ നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച കെട്ടുകൾ. ഏതായാലും നിങ്ങൾക്ക് കെട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ താഴെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.